അമേരിക്കയുടെ ഉപരോധങ്ങളുടെ ഫയലുകളിൽ ഇറാൻ ഒരു തളർന്ന രാജ്യമായിരിക്കാം. എന്നാൽ ഇറാനിലെ പ്രതിരോധ കേന്ദ്രങ്ങളിൽ കഥ മറ്റൊന്നാണ്. ലോകം ഏകധ്രുവ ശക്തിയായി അമേരിക്കയെ കണ്ടുകൊണ്ടിരുന്ന കാലം അവസാനിക്കുകയാണെന്ന് ഇറാൻ അടിവരയിട്ട് പറയുന്നു. കേവലം ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തെ തളച്ചിടാമെന്ന പാശ്ചാത്യ വ്യാമോഹങ്ങൾക്കേറ്റ പ്രഹരമാണ് ഇറാന്റെ പുതിയ നീക്കങ്ങൾ. ഇത് റഷ്യയിലേക്കുള്ള ഒരു സാധാരണ നയതന്ത്ര യാത്രയല്ല, മറിച്ച് അമേരിക്കൻ അധീശത്വത്തിന്റെ ചരടുവലികൾക്ക് പുറത്ത് ഇറാൻ പടുത്തുയർത്തുന്ന ഒരു സമാന്തര ശക്തി കേന്ദ്രത്തിന്റെ പ്രഖ്യാപനമാണ്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രഹസ്യാത്മകതയിൽ ഒപ്പുവെച്ച ഈ പ്രതിരോധ കരാർ ഇറാന്റെ സൈനിക തന്ത്രത്തെ അടിസ്ഥാന തലത്തിൽ മാറ്റാൻ പോകുന്ന ഒന്നായി വിലയിരുത്തപ്പെടുന്നു. വർഷങ്ങളായി ഉപരോധങ്ങളിലൂടെ സാങ്കേതിക വളർച്ച തടയാൻ ശ്രമിച്ച സാഹചര്യത്തിലും സ്വന്തം സുരക്ഷാ ശൃംഖല സ്വയം പുനർനിർമ്മിക്കാനുള്ള കഴിവ് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു പുതിയ ശക്തി അച്ചുതണ്ടായി റഷ്യ ഇറാൻ സഹകരണം മാറുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഏകദേശം 500 മില്യൺ യൂറോ മൂല്യമുള്ള ഈ കരാർ പ്രകാരം റഷ്യ ഇറാനിലേക്ക് ആയിരക്കണക്കിന് തോളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന അത്യാധുനിക വിമാനവേദ സംവിധാനങ്ങൾ നൽകും. ബർബാമാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും അതിനൊപ്പം ഉപയോഗിക്കുന്ന നയനം 336 മിസൈലുകളും ആധുനിക യുദ്ധരംഗത്ത് വലിയ ഗെയിം ചേഞ്ചറായി കണക്കാക്കപ്പെടുന്നവയാണ്. താഴ്ന്ന ഉയരത്തിൽ ആക്രമണം നടത്തുന്ന യുദ്ധവിമാനങ്ങൾ, സ്റ്റെൽത്ത് ഡ്രോണുകൾ, ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവയെ തടയാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. ഇതിന്റെ പ്രധാന സവിശേഷത വലിയ റഡാർ സംവിധാനങ്ങൾ ആവശ്യമില്ലാതെ ചെറിയ യൂണിറ്റുകൾക്ക് പോലും വ്യോമ പ്രതിരോധം ഉറപ്പാക്കാൻ കഴിയും എന്നതാണ്. അതായത് പരമ്പരാഗത വ്യോമാക്രമണ തന്ത്രങ്ങൾ ഇറാനെതിരെ ഇനി അത്ര എളുപ്പമാവില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഈ ഡെലിവറികൾ 3 ഘട്ടങ്ങളിലായി 2027 മുതൽ 2029 വരെ നടപ്പാക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിലൂടെ ഇറാൻ അടിയന്തര പ്രതികരണത്തിന് പകരം ദീർഘകാല പ്രതിരോധ ഘടന സൃഷ്ടിക്കുകയാണ് എന്നത് വ്യക്തമാണ്. ഒരു യുദ്ധം ഉടൻ ഉണ്ടാകുമെന്ന കിംവദന്തിയിലെടുത്ത തീരുമാനമല്ല ഇത്, മറിച്ച് ഭാവിയിൽ ആക്രമണ സാധ്യത തന്നെ കുറയ്ക്കാനുള്ള ഡിറ്ററന്റ് സ്ട്രാറ്റജിയാണ്. അമേരിക്ക ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാമെന്ന മുന്നറിയിപ്പുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ കരാർ കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നത്. ആണവ കരാറിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ പരിമിതമായ സൈനിക ആക്രമണം ഉണ്ടായേക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് ഭീഷണിയല്ല, മറിച്ച് സ്വയം രക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. ഒരു സ്വതന്ത്ര രാജ്യമായി സ്വന്തം ആകാശപരിധി സംരക്ഷിക്കാനുള്ള അവകാശം അന്താരാഷ്ട്ര നിയമം അംഗീകരിക്കുന്നതാണ് എന്നും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് ആക്രമണ നയമല്ലെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന അമേരിക്കൻ ആക്രമണങ്ങൾ ഈ നീക്കത്തിന്റെ പശ്ചാത്തലമായി കാണപ്പെടുന്നു. അമേരിക്ക ആക്രമണങ്ങൾ വലിയ വിജയം നേടിയതായി അവകാശപ്പെട്ടെങ്കിലും പിന്നീട് പുറത്തുവന്ന ഇന്റലിജൻസ് വിലയിരുത്തലുകൾ ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി തകർന്നില്ലെന്ന് സൂചിപ്പിച്ചു. ഏതാനും മാസങ്ങൾ മാത്രമേ പദ്ധതികൾ പിന്നോട്ട് പോയുള്ളൂവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. അതേസമയം നാശനഷ്ടങ്ങളിൽ നിന്ന് വേഗത്തിൽ കരകയറാൻ ഇറാന് കഴിഞ്ഞത് അവരുടെ ആഭ്യന്തര സാങ്കേതിക ശേഷിയും സ്വയം പര്യാപ്തതയും തെളിയിച്ച സംഭവമായി മാറി. ഇതിനോടൊപ്പം തന്നെ അമേരിക്കൻ ഉപരോധങ്ങളെ തുറന്ന വെല്ലുവിളിയായി കാണുന്ന മറ്റൊരു നീക്കവും റഷ്യ നടത്തി. അമേരിക്കൻ സാമ്പത്തിക നിയന്ത്രണങ്ങളെ അവഗണിച്ച് റഷ്യൻ എണ്ണ ടാങ്കറുകൾ ക്യൂബയിലേക്ക് അയച്ചു. ഉപരോധങ്ങൾ ഇനി പൂർണ്ണമായും ഫലപ്രദമല്ലെന്ന സന്ദേശം ലോകത്തോട് പങ്കുവച്ചു. അമേരിക്കൻ തീരത്തോട് ഇത്രയടുത്ത് അവരുടെ വിലക്കുകളെ പുല്ലുപോലെ അവഗണിക്കാൻ ഇന്ന് ലോകത്ത് ചില രാജ്യങ്ങൾക്കേ കഴിയൂ. തീർച്ചയായും അതിലൊന്ന് റഷ്യയാണ്. ഇത് കേവലം ഒരു ഇന്ധന കൈമാറ്റമല്ല, മറിച്ച് അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയാണ്. അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെ തുടർന്ന് ഗുരുതരമായ ഇന്ധന പ്രതിസന്ധി നേരിടുന്ന ക്യൂബയ്ക്ക് ആശ്വാസമായി ഏകദേശം 2 ലക്ഷം ബാരൽ ഇന്ധനവുമായി റഷ്യൻ എണ്ണ ടാങ്കർ യാത്ര തിരിച്ചതായി സമുദ്രയാന ഇന്റലിജൻസ് സ്ഥാപനമായ കെപ്ലർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാർച്ച് ആദ്യത്തോടെ കപ്പലായ സീഹോഴ്സ് ഹവാന തുറമുഖത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇറാൻ ലോകത്തോട് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. സൈനിക സമ്മർദ്ദം വഴി രാഷ്ട്രീയ മാറ്റങ്ങൾ നിർബന്ധിപ്പിക്കാൻ ഇനി കഴിയില്ല. ശക്തമായ പ്രതിരോധശേഷി ഉണ്ടെങ്കിലും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്രമണകാരികൾ 2 തവണ ചിന്തിക്കേണ്ടി വരും. ചരിത്രപരമായി നോക്കുമ്പോൾ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾക്കെതിരെ നേരിട്ടുള്ള ആക്രമണങ്ങൾ കുറയുന്ന പ്രവണതയാണ് കാണപ്പെട്ടിട്ടുള്ളത്. അതിനാൽ ഇറാന്റെ ഈ നീക്കം യുദ്ധം ക്ഷണിക്കുന്നതല്ല, മറിച്ച് യുദ്ധം ഒഴിവാക്കാനുള്ള സുരക്ഷാ മതിൽ പണിയലാണ്. റഷ്യയുമായുള്ള ഈ സഹകരണം മറ്റൊരു വലിയ രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുന്നുണ്ട്. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ അന്താരാഷ്ട്ര വേദിയിൽ ഒറ്റപ്പെട്ടിട്ടില്ലെന്ന് ഇത് തെളിയിക്കുന്നു. ചൈന, റഷ്യ തുടങ്ങിയ ശക്തികളുമായി സഹകരണം വർദ്ധിപ്പിച്ച് ഏകധ്രുവ ലോകക്രമത്തിൽ നിന്ന് ബഹുധ്രുവ ശക്തി സമവാക്യത്തിലേക്ക് ലോകം നീങ്ങുന്നുവെന്ന സൂചനയാണ് ഈ കരാർ നൽകുന്നത്. അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവും സമ്മർദ്ദ നയങ്ങൾ ഇനി എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിക്കാൻ മതിയാകില്ലെന്ന പുതിയ യാഥാർത്ഥ്യമാണ് ഇതിലൂടെ ഉയർന്നുവരുന്നത്. മധ്യപൂർവേഷ്യയിലെ സ്ഥിരതയെക്കുറിച്ചുള്ള ചർച്ചകളിലും ഈ കരാർ നിർണായകമാണ്. ചിലർ ആയുധ മത്സരം ശക്തിപ്പെടുമെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ നിലപാട് വ്യത്യസ്തമാണ്. സുരക്ഷ ഉറപ്പുള്ള രാജ്യങ്ങൾ മാത്രമാണ് സമാധാന ചർച്ചകളിൽ ശക്തമായി പങ്കെടുക്കാൻ കഴിയുന്നത്. പ്രതിരോധശേഷിയില്ലാത്ത രാജ്യങ്ങൾ പലപ്പോഴും പുറം ശക്തികളുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങേണ്ടി വന്ന ചരിത്രം മധ്യപൂർവേഷ്യ പലതവണ കണ്ടിട്ടുണ്ട്.
അവസാനമായി നോക്കുമ്പോൾ ഇറാൻ റഷ്യ പ്രതിരോധ കരാർ ഒരു സൈനിക ഇടപാട് മാത്രമല്ല, മാറുന്ന ലോകക്രമത്തിന്റെ പ്രഖ്യാപനമാണ്. ഉപരോധങ്ങളും ഭീഷണികളും ഉപയോഗിച്ച് ഒരു രാജ്യത്തെ വഴിമാറ്റാമെന്ന പഴയ രാഷ്ട്രീയ മാതൃക ഇനി പ്രവർത്തിക്കുന്നില്ലെന്ന സന്ദേശമാണ് ഇറാൻ ലോകത്തോട് നൽകുന്നത്. സ്വന്തം സുരക്ഷ സ്വയം നിർവചിക്കുന്ന ഒരു പുതിയ ഇറാൻ ഉയർന്നു വരികയാണ് എന്നും അടുത്ത വർഷങ്ങളിൽ മധ്യപൂർവേഷ്യയിലെ ശക്തി സമവാക്യം തന്നെ പുനർരചിക്കപ്പെടാൻ ഇടയുണ്ടെന്നും ഈ കരാർ സൂചിപ്പിക്കുന്നു. മുന്നറിയിപ്പും ആത്മവിശ്വാസവും ഒരേ സമയം ഉൾക്കൊള്ളുന്ന ഈ നീക്കം ഭാവിയിലെ ആഗോള രാഷ്ട്രീയത്തിൽ ദീർഘകാല സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളതാണ്.